മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ പ്രണാബ് മുഖർജിയുടെ ഒരു നല്ല സന്ദേശം കേട്ടു, വായിച്ചു വാട്സപ്പിലൂടെ. ശരിക്ക് ഭാരതത്തിൽ ഈ കള്ളപ്പണം ഇല്ലാതെയാക്കാനും ടാക്സ് വെട്ടിപ്പ് ഇല്ലാതെയാക്കാനും ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ധന്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ 100% സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ സമുന്നത പീഠത്തിലിരിക്കുന്ന പ്രസിഡന്റ് അത് അംഗീകരിച്ചു, നിതീഷ് കുമാർ അംഗീകരിച്ചു. ബാക്കിയുള്ളവരെല്ലാം അതിനെ സാമാന്യ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച അതൊരു വശത്ത്. മറ്റൊരു വശത്ത് റോഡിലൂടെ നടക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ എടുക്കില്ല എന്നുള്ള ആ കാഴ്ച ഒരു അത്ഭുതകരമായിട്ട് തോന്നി. തലേ ദിവസം വരെ പോക്കറ്റിൽ നിറച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ അലമാരിയിൽ നിറച്ചു വെച്ചിരുന്ന ഭാവി തലമുറയ്ക്ക് എന്ന് പറഞ്ഞ് കരുതി വെച്ചിരുന്ന ആ നോട്ടുകൾക്കെല്ലാം കടലാസിന്റെ വിലയേ ഉള്ളൂ എന്ന് പ്രഖ്യാപനം വന്നതോടുകൂടി അത് രസകരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് തോന്നി. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരണ തുട്ട് നാണയം ഇനി മുതൽക്ക് വാലിഡ് ആവില്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപനം വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, തൃപ്പൂണിത്തുറയില് ലോവർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ഞാൻ, അവിടെ കപ്പലണ്ടി വിൽക്കുന്ന ഒരു മുത്തശ്ശിയുണ്ട്. എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, ആ ഒരെണ്ണ തൊട്ട് അവിടെ കൊടുത്തിട്ട് ഒരെണ്ണയ്ക്ക് കപ്പലണ്ടി തരാൻ പറയുക. മുത്തശ്ശി ചിലപ്പോ ആ അമ്മയ്ക്ക് തരും കപ്പലണ്ടി എന്ന് പറഞ്ഞു. അപ്പോ അമ്മയോട് പറഞ്ഞു, ആ മുത്തശ്ശിക്ക് കണ്ണു കാണില്ലെങ്കിൽ അവരെ നമ്മൾ പറ്റിക്കലല്ലേ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. എന്നാ വേണ്ട എന്ന് അമ്മ പറയുകയും ചെയ്തു. ഒരു നാണയം എടുക്കാതെയാവുന്ന ആ കാലഘട്ടം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ്ട് 10-50 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാണയം ഇൻവാലിഡ് ആവുന്ന വാർത്ത വായിച്ചപ്പോൾ തോന്നിയ വികാരം ഇന്ന് ഇത് പ്രഗത്ഭരായിട്ടുള്ള രജനീകാന്തിനെ പോലെ അമിതാഭ് ബച്ചനെ പോലെയുള്ളവരെല്ലാവരും ഭാരതത്തിന്റെ നന്മയ്ക്ക് ഇത് അത്യാവശ്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥ, സാമ്പത്തിക മണ്ഡലത്തിൽ എല്ലാവരും സഹായിക്കുന്ന അവസ്ഥ, ബാങ്കുകളെല്ലാം ശനിയും ഞായറും പ്രവർത്തിക്കാൻ സന്നദ്ധരാകുന്ന അവസ്ഥ, 2000 രൂപയെ വരെയേ 18-ാം തീയതി വരെ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അങ്ങനെ അനവധി കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ഇന്റർനാഷണൽ ട്രേഡ് സെന്റർ, നാഷണൽ ട്രേഡ് സെന്റർ, ഷെയർ ബിസിനസ് തുടങ്ങി കോടികളുടെ കറൻസികൾ സെക്കൻഡ് കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ഒരു സുപ്രഭാതത്തിൽ ആ കറൻസികൾ ഇൻവാലിഡ് ആവുക, ജസ്റ്റ് അത് ചിന്തിക്കാൻ പോലും പറ്റണില്ല. ശരിക്കും പണ്ട് ഒരു വാർത്ത കേട്ടിട്ടുണ്ട്. MC റോഡിലൂടെ കോട്ടയത്ത് നിന്ന് മൂവാറ്റുപുഴ വഴി അങ്കമാലിയിലേക്കുള്ള റോഡ്, അങ്ങനെയുള്ള റോഡ് ഉണ്ടാക്കിയത് മലേഷ്യയിലെ ഒരു കോൺട്രാക്ടറാണ്. ആ കോൺട്രാക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്കുണ്ടായ അനുഭവവും ഒരു വ്യക്തിക്ക് ഉണ്ടായ 2 അനുഭവവും പെട്ടെന്ന് മനസ്സിലൂടെ കടന്നുപോയി. ഈ റോഡ് ഉണ്ടാക്കാനായിട്ട് ലാൻഡ് അക്വയർ ചെയ്തപ്പോൾ ആ അക്വയർ ചെയ്യുന്നതിന് മുമ്പ് ആരോ വന്ന് ഒരു നമ്പൂതിരിയോട് പറഞ്ഞു, ഈ റോഡിന് വേണ്ടി ലാൻഡ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്വയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള എമൗണ്ടേ കിട്ടുള്ളൂ, ഇപ്പൊ നിങ്ങൾ അതെനിക്ക് എഴുതി തരികയാണെങ്കിൽ നല്ല വില കിട്ടും എന്ന് ആ നമ്പൂതിരിയോട് പറഞ്ഞു അത്രേ. ഇതൊന്നും അറിയാതെ നമ്പൂതിരി ശരി എന്ന് പറഞ്ഞു. ഞാൻ കേട്ടതാണ്, നേരിട്ട് കണ്ടതല്ല. കെട്ടുകണക്കിന് 500-ന്റെയും 1000-ന്റെയും രൂപ 500-ന്റെ നോട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അതെല്ലാം കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ബാങ്കിൽ ചെന്ന് നോക്കിയപ്പോ ബാങ്കുകാർ പറഞ്ഞു, അത്ര ഇതിൽ ഭൂരിഭാഗവും കള്ളനോട്ടാണ്, നിങ്ങൾക്കിത് എവിടെന്നാ കിട്ടിയതെന്ന് പറയേണ്ടി വരും, എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ചോളുന്നു. 5 മിനിറ്റ് 10 മിനിറ്റ് അദ്ദേഹം അവിടെ ഇരുന്ന്
ബെഞ്ചിലിരുന്ന മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് വലത്തോട്ട് വീണ് അവിടെ മരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ലാൻഡ് അക്വയർ ചെയ്യുമ്പോഴത്തേക്കും ലാൻഡിന്റെ വില കുറച്ചേ കിട്ടുള്ളൂ. അത് കാരണം കൂടുതൽ വില കിട്ടാൻ ആഗ്രഹിച്ച് വലിയ വിലയ്ക്ക് ആ ലാൻഡ് വിറ്റപ്പോ ആ വില കിട്ടിയത് കള്ളനോട്ടാണ് എന്ന് വന്നപ്പോൾ, അതേ കള്ളനോട്ടാണ് ഇപ്പോൾ ദുബായിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും എല്ലാം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം. ഇനി ഈ നോട്ടുകളെല്ലാം ഇങ്ങനെ വീട്ടിൽ വെച്ച് ആ അലമാരിക്കകത്ത് വെച്ച് ഗുജറാത്തിലെ പട്ടേലുമാരും മാർവാടികളും അതുപോലെയുള്ളവരെല്ലാവരും ആ നോട്ട് കൊണ്ട് ബാങ്കിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്തായിരിക്കും അത്ഭുതകരമായിട്ടുള്ള ഒരവസ്ഥ ഇല്ലേ? ശരിക്കും ജീവിതത്തിൽ വിയർത്തോ വിയർക്കാതെയോ ഉണ്ടാക്കിയ പൈസ ഒരു സുപ്രഭാതത്തിൽ പേപ്പറായി മാറുകയാണ്. ഞാൻ പണ്ടൊരിക്കൽ പറയുകയുണ്ടായിരുന്നു, പാരമാർത്ഥിക സത്യവും വ്യാവഹാരിക സത്യവും. പാരമാർത്ഥിക സത്യം എന്ന് പറയുമ്പോൾ 500-ന്റെയും 1000-ന്റെയും നോട്ട് പേപ്പർ തന്നെയാണ്. വ്യാവഹാരിക സത്യം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി അത് പേപ്പറാണെന്ന് പറയുന്നത് വരെ അതിന് 500-ന്റെയും 1000-ന്റെയും വിലയുണ്ടായിരുന്നു. ആ പ്രഖ്യാപനം വന്ന് 5 മിനിറ്റിനുള്ളിൽ വ്യാവഹാരിക സത്യം തകർന്നു. വ്യാവഹാരിക സത്യപ്രകാരം 500-ന്റെ നോട്ട് 500-ന്റെ നോട്ട് അല്ലാതെയായി, 1000-ന്റെ നോട്ട് 1000-ന്റെ നോട്ട് അല്ലാതെയായി. അത് കള്ളപ്പണത്തിലൂടെ അല്ലെങ്കിൽ കള്ളനോട്ടിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച് വലിയ കൊട്ടാരം ഉണ്ടാക്കാം എന്ന് ധരിച്ച് മാനസിക കോട്ട കെട്ടിയവരുടെ എല്ലാവരുടെയും അവസ്ഥ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പൊ കുറേ പൈസ കിട്ടിയ നമ്പൂതിരിക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ ഇനി എന്ത് സംഭവിക്കുന്നു? എന്തെല്ലാം ചെയ്താലും ഇത്രയും രൂപകള് ടാക്സ് കൊടുക്കാതെ ഒരിക്കലും ഇനി അതിനെ വെള്ളപ്പണമാക്കാൻ പറ്റില്ല. ഇനി ടാക്സ് കൊടുക്കുന്നത് തന്നെ ചിന്തിക്കാം. ടാക്സ് അല്ല, 200% ടാക്സ് കൊടുക്കണം. ഇപ്പൊ 500 രൂപ 1000 രൂപയെ വെളുപ്പിക്കണമെങ്കിൽ ശരിക്കും 200%, 2000 രൂപ കൊടുക്കണം. വെളുപ്പിക്കാനും സാധിക്കില്ല. എന്നിട്ട് പെനാൽറ്റിയും വരും, ശിക്ഷയും ഉണ്ടാവും. അതൊരു 100% ആണെങ്കിൽ 1000 രൂപ കയ്യിൽ വെച്ചതിന് 3000 രൂപ ശിക്ഷയും പെനാൽറ്റിയും എല്ലാമായിട്ട് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പൊ അവർക്ക് എന്താ അത് ചെയ്യാൻ സാധിക്കാം? വെറുതെ കത്തിച്ച് കളയുക. വീട്ടിൽ വെച്ചാലും റിസ്ക് ആണ്. കാരണം ഗവൺമെന്റ് നോട്ടുകളെ അവഹേളിച്ചു എങ്കിൽ, ഗവൺമെന്റ് നോട്ടുകളെ പുച്ഛിച്ചു എങ്കിൽ, ഗവൺമെന്റ് നോട്ടുകൾ അല്ലെങ്കിൽ കറൻസി നോട്ടുകൾ കത്തിച്ചു എങ്കിൽ വലിയ ശിക്ഷയാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ശിക്ഷയാണ്. ഇതെല്ലാം കൂടി വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് ആ നോട്ട് കടലാസ് കഷ്ണമാണ്. ഒരു പ്രഖ്യാപനം വൈകുന്നേരം 8 മണിക്ക് വരുന്നത് വരെ അതിന് വലിയ വിലയുണ്ടായിരുന്നു. പ്രഖ്യാപനം ഇവിടെ നിന്ന് 10,000 കിലോമീറ്റർ, കേരളത്തിൽ നിന്ന് 10,000 കിലോമീറ്റർ ദൂരെ ഡൽഹിയില് TV-യിലൂടെ ചെയ്ത നമ്മളെ പോലൊരു മനുഷ്യൻ, ഒരു ചായക്കടക്കാരൻ, അദ്ദേഹം പ്രധാനമന്ത്രിയായി മാറിയപ്പോ ആ വാക്കിന്റെ വില നോക്കാം. ഇത്ര ഗംഭീരമായിട്ട് മാറുന്നു. എല്ലാം തത്വശാസ്ത്രത്തിലൂടെ വിശകലനം ചെയ്യുകയാണെങ്കിൽ വലിയ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് നമുക്ക് അനുഭവിക്കാനും അറിയാനും എല്ലാം സാധിക്കും. വെറുതെ ദൂരെ മാറി നിന്ന് സാക്ഷിഭാവത്തിൽ നോക്കാം. പക്ഷെ ഇതെല്ലാം നടക്കുമ്പോഴും റോഡ് സൈഡിലൂടെയുള്ള ചർച്ചകള്, മറ്റ് നല്ല ചിന്തകരുടെ കമന്റുകള്, സാധാരണക്കാരുടെ കമന്റുകളെല്ലാം കേൾക്കാൻ ഈ യാത്രക്കിടയ്ക്ക് ഭാഗ്യം കിട്ടി. ആ യാത്രക്കിടയ്ക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ എല്ലായിടത്തുനിന്നും ധാരാളം പരിചയക്കാർ, എറണാകുളത്തും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ടായിരുന്നു ധാരാളം പരിചയക്കാർ. അവരാദ്യം പറഞ്ഞത് എന്ത് നല്ലൊരു തീരുമാനമാണ്, ഈ കള്ളപ്പണം ഇല്ലാതെയാക്കാൻ, ഇതല്ലാണ്ട് വേറെ എന്താ വഴി? ഒരു വ്യക്തി പോലും ഇത് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് എടുക്കരുതായിരുന്നു എന്നോ ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നോ പറഞ്ഞിട്ടില്ല. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു. തൃപ്പൂണിത്തുറയിലെ പോസ്റ്റ് ഓഫീസില് 11 പേരുള്ള ക്യൂവില് കുറെ പേര് നിൽക്കുന്നത് കണ്ടിട്ടപ്പോൾ ഒരാൾ മറ്റേയാളോട് പറഞ്ഞു, നിങ്ങൾ എത്ര രൂപ എടുക്കുകയാണെങ്കിൽ 4000 രൂപ വരെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുള്ളൂ. ഇതിൽ പാൻ കാർഡിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡോ കോപ്പി കൊണ്ടുപോകണം, എന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു.
അപ്പോഴും അവരെല്ലാവരും കുറച്ച് കഷ്ടപ്പെട്ടാലും വിരോധമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് എന്ന് അവർ തമ്മിൽ പറയുന്ന ആ ഒരു കാഴ്ചയും ശ്രാവ്യവും വളരെ രസകരമായിട്ട് തോന്നി. ഏതായാലും നമ്മുടെ രാഷ്ട്രത്തിന് ഒരു ധന്യമായിട്ടുള്ള പാരലൽ എക്കോണമി ഇല്ലാതെ ഓരോരുത്തരും കുമിഞ്ഞുകൂടി ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്ത് ഉണ്ടാക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഭാരതീയ പൈതൃക പ്രകാരം ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ്. അർത്ഥം സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഭാഗമാണ് ജീവിതത്തിൻ്റെ. പക്ഷെ ധാർമ്മികമായിട്ട് ഉണ്ടാക്കണം, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ നിവർത്തീകരിക്കണം, ധാർമ്മികമായിട്ട് അതിൽ നിന്ന് മോചനം നേടണം. അതാണ് പുരുഷാർത്ഥങ്ങൾ. ഇപ്പൊ സമ്പത്ത് ഉണ്ടാക്കാൻ ശരിക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് ധാർമ്മികമായിട്ട് ആക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു വരും, ചിലപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് വരും, ചിലപ്പോൾ ജീവിതം തളർന്നു പോയി എന്ന് വരും. ഇതും ചില നല്ല തീരുമാനങ്ങളുടെ, ഉറച്ച തീരുമാനങ്ങളുടെ പരിണിതഫലമാണ്. വലിയ നന്മയ്ക്ക് വേണ്ടി ചെറിയ വേദനകൾ സഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് എന്ന് ചിന്തിച്ചാൽ ധന്യമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് അത് മാറും. പ്രണാമം, നമസ്കാരം.